തിരുവനന്തപുരം മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായ എ ചാൾസ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. രാവിലെ 9:45 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. 1984 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ കരുണാകരൻ നടത്തിയ രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു എ ചാൾസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഉദയത്തിനു കാരണമായത്. തിരുവനന്തപുരത്തെ പ്രബല വിഭാഗമായിരുന്ന നാടാർ സമുദായത്തിലുള്ള ശക്തമായ സ്വാധീനമാണ് ചാൾസിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ കെ കരുണാകരന് പ്രേരണയായത്. PSC മെമ്പർ സ്ഥാനം രാജിവെച്ച തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വൻ വിജയം നേടി. 1989 ONV കുറുപ്പിനെയും 1991 CPIയിലെ EJ വിജയമ്മയെയും പരാജയപ്പെടുത്തി. അങ്ങനെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഹാട്രിക് നേടുന്ന ഏക വ്യക്തി എന്ന ഖ്യാതിയും സ്വന്തമാക്കി. 1995 നേതൃമാറ്റത്തിന് ശേഷം ഉടലെടുത്ത കെ കരുണാകരൻ AK ആന്റണി ഗ്രൂപ്പ് പോരാട്ടങ്ങളിൽ നിഷ്പക്ഷത പാലിച്ചതോടെ ഇരു ഗ്രൂപ്പുകളും എ ചാൾസിനെ തഴഞ്ഞു. പിന്നീട് KPCC എക്സിക്യൂട്ടീവ് അംഗമായി. ജനപ്രതിനിധി അല്ലാതിരുന്നെങ്കിലും സാമുദായിക രംഗത്തും വികസന കാര്യങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 2 ആഴ്ചയായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 9:45 അന്തരിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ രാവിലെ 11:30 കുമാരപുരം CSI ചർച്ചിൽ നടക്കും. ഒരു മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു എ ചാൾസ് എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു. ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ നഷ്ടമാണ് എന്ന് ഞാൻ കരുതുന്നു. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനകീയ നേതാവിനെയാണ് നഷ്ടമായതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. ജനങ്ങൾക്ക് വേണ്ടി ആത്മാർപ്പണത്തോടെ പ്രവർത്തിച്ച നേതാവായിരുന്നു എ ചാൾസ് എന്ന് K മുരളീധരൻ അനുശോചിച്ചു. ഒരു പ്രഗത്ഭനായ പാർലമെന്റേറിയൻ ആയിരുന്നു അദ്ദേഹം. കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു ജനകീയനായിട്ടുള്ള MP ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണം പാർട്ടിക്ക് ഒരു നഷ്ടം തന്നെയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.